നേരം വെളുത്തിട്ട് പുറത്തിറങ്ങി നോക്കുമ്പോഴാണ് ആ കാഴ്ച ഞങ്ങൾ കാണുന്നത്. ഞങ്ങളെ നാടേ അല്ല അതങ്ങനെയായിട്ട് ഞങ്ങളെ കൂടെ ഉള്ളവരെല്ലാം ജൂലൈ 29 കറുത്തിരുണ്ട രാത്രിയുടെ ഓർമ്മകൾ മലയാളിയുടെ മനസ്സിൽ നിന്ന് അത്ര പെട്ടെന്ന് മാഞ്ഞു പോകുന്നതല്ല. മനോഹരമായ പ്രകൃതിയുടെ കളിത്തൊട്ടിലായിരുന്ന ചൂരൽമല എന്നറിയപ്പെടുന്ന ഈ ഗ്രാമത്തെ ഒറ്റ രാത്രി കൊണ്ട് തുടച്ചു നക്കി പ്രളയം കടന്നുപോയപ്പോൾ ബാക്കിയായ ചിത്രങ്ങളാണ് നാം ഈ കാണുന്നത്. ചൂരൽമല ദുരന്തത്തിന് 2 ആണ്ട് കഴിയുമ്പോൾ ഓരോ ജൂലൈ 29 കടന്നു വരുമ്പോഴും മനസ്സിൽ വലിയ സങ്കടവും നീറ്റലുമാണ് അനുഭവപ്പെടുന്നത്. കൊണ്ടും കൊടുത്തും സ്നേഹിച്ചും ജീവിച്ചു പോകുന്ന ഒരു നാടിലെ 400-ലധികം ജനങ്ങൾ മരണത്തിന് കീഴ്പ്പെടുമ്പോൾ, ആയിരങ്ങൾ ഭവനരഹിതരായി മാറുമ്പോൾ കേരളം ഒത്തുചേർന്ന് പിടിച്ച് അവരെ കരകയറ്റി ആശ്വാസത്തിൻ്റെ പറുദീസയിലേക്ക് പോക്കിയെങ്കിലും ഉറ്റവരെ നഷ്ടപ്പെട്ടവരുടെ വേദന ഇന്നും ഒരു നീറ്റലായി അവശേഷിക്കുകയാണ്. അവരിൽ നിന്ന് വേർപെട്ടു പോയവരെ കാണാൻ ഇന്ന് ചൂരൽമലയിലെ ജനങ്ങൾ അവരുടെ ഖബർസ്ഥാനിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ടാകും. പേരറിയാത്ത അനേകം ഖബറുകൾ, ഒരു പേരിൽ തന്നെ നിരവധി ഖബറുകൾ, തലയും ഉടലും വേർപിരിഞ്ഞ അനേകം ഖബറുകൾ. പ്രാർത്ഥനകൾ അർപ്പിക്കാം അവർക്ക് വേണ്ടി. അള്ളാഹുവെ, ഒരിക്കലും ഞങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരു ദുരന്തം ഇനി വരുത്തരുതേ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാം.